ഓൺലൈൻ ബാച്ച് സ്കാം ആണോ? എന്നാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും എഡ്യൂപോർട്ടിലെ ഹനീനാമസ് ആയിട്ടല്ല. ഞാൻ നിങ്ങളുടെ ഒരാളായി എൻ്റെ ഹോണസ്റ്റ് റിവ്യൂസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് കുട്ടികളുടെയും പാരൻസിൻ്റെയും വലിയൊരു ഡൗട്ടാണ്, ഓൺലൈൻ ബാച്ച് സ്കാം ആണോ? എന്നോട് തന്നെ പല ആൾക്കാരും നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ, നിങ്ങൾ വെറുതെ കുട്ടികളെടുത്ത് പൈസ വാങ്ങുന്നല്ലേ, എന്തോ കാര്യമുണ്ടോ ഓൺലൈൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റാനാന്നുള്ളത്. എന്നാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും എഡ്യൂപോർട്ടിലെ ഹനീനാമസ് ആയിട്ടല്ല. ഞാൻ നിങ്ങളുടെ ഒരാളായി എൻ്റെ ഹോണസ്റ്റ് റിവ്യൂസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓൺലൈൻ ബാച്ചസ് എന്താണ് ഇതുകൊണ്ടുള്ള കാര്യം? ഓൺലൈൻ ബാച്ച് സ്കാം ആണോ? ഇനി ഓഫ്ലൈൻ ആണോ പ്രശ്നം? എന്തായിരിക്കും? നമ്മൾ എല്ലാ ദിവസവും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാറുണ്ട്. നമ്മൾ അറ്റൻഡൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് അറ്റൻഡൻസ് ഉണ്ട്. 2-3 ദിവസമാണ് ഇവരാകെ ഒന്ന് ലീവ് ആക്കിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അറ്റൻഡൻസ് ഇവർക്കുണ്ട്. ഇനി ഹോംവർക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ഹോംവർക്ക് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, അവർ ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ട്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നോട്ട്സ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആ കുട്ടികൾക്ക്, മിക്ക കുട്ടികൾക്കും കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുന്നില്ല. കോൺസെപ്റ്റ് ഇപ്പോഴും അവർക്കറിയില്ല. ഓരോ ചാപ്റ്റേഴ്സും എടുത്തു നോക്കിയാൽ അതിൽ എന്താ പഠിച്ചിട്ടുള്ളതെന്ന് പല കുട്ടികൾക്കും പറയാനറിയില്ല. മാർക്സ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. മാർക്സ് പല കുട്ടികൾക്കും എങ്ങനെ പഠിച്ചിട്ടും മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുന്നുണ്ട്, മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കോൺഫിഡൻസ് ലെവലാണെങ്കിൽ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും, ഓരോ ചാപ്റ്ററുകൾ കഴിയും തോറും കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ടാവും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആണ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ അല്ലെങ്കിൽ അമ്മ എൻ്റെ മാർക്ക്, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അമ്മ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവന്മാരെ പോലെ മാർക്കില്ല, ആയിഷക്ക് കുറേ മാർക്കുണ്ട്, ഹനീനക്ക് മറ്റേടത്ത് കുറേ മാർക്കുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര മാർക്കില്ല, ഓലെ പോലെ ആവാൻ പറ്റുന്നില്ല, അങ്ങനെ തുടങ്ങി കുറേ കൺസേൺസ്, കോൺഫിഡൻസ് കുറഞ്ഞേ നിൽക്കുന്നു. എന്താണ് പ്രശ്നം? എന്താണ്? നമ്മളുടെ സ്കൂളത്തെ ക്ലാസ് ആണോ പ്രശ്നം? ഓഫ്ലൈൻ ക്ലാസ്സസ് ആണോ പ്രശ്നം? എന്താണ് പ്രശ്നം ഇവിടുത്തെ? ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇവർക്ക് എല്ലാവർക്കും എന്നും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും സെയിം സ്പീഡാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതായത് ആവറേജ് സ്റ്റുഡൻ്റ് ഉണ്ടാവും, ലോ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഉണ്ടാവും, ഹൈ ലെവലിൽ അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ ഈ 3 ടീമിനും ഇവർ ക്ലാസ് കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ ക്ലാസ് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരേ ലെവലിലാണ്. എല്ലാവർക്കും സെയിം സ്പീഡിലായിരിക്കും ക്ലാസ് പോകുന്നത്. ഇനി നമ്മളുടെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ഒരിക്കലും ഒരു 3-ൽ കൂടുതൽ തവണ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് കഴിയുന്ന പരിപാടിയല്ല. നമുക്ക് തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു കുട്ടിക്ക് മനസ്സിലായില്ല, പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ വേറൊരു കുട്ടിക്ക് മനസ്സിലായില്ല, 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു വേറൊരു കുട്ടിക്ക് മനസ്സിലായില്ല, 4-ാമത്തെ പ്രാവശ്യം ഒരിക്കലും അവിടെ പറയാൻ കഴിയില്ല. 4-ാമത്തെ പ്രാവശ്യം നീ ഒന്ന് വായിച്ചു നോക്കിട്ടോ, അപ്പുറത്തോനോട് ചോദിക്കട്ടോ, ഇപ്പുറത്തിരിക്കുന്നവനോട് ചോദിക്കട്ടോ എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. 1 ടൈം എക്സ്പ്ലനേഷനാണ് ഇവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളുടെ റിവൈസ് ചെയ്യുന്ന സമയം നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് റിവിഷനേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മളുടെ എക്സാമിൻ്റെ തലേ ദിവസം പോയിട്ട് ഇവരെ ഇരുത്തിപ്പിച്ച് 5-6 പ്രാവശ്യം റിവൈസ് ചെയ്ത് കൊടുക്കലെന്ന് പറയുന്നത് സ്കൂളിൽ പറ്റുന്ന പരിപാടിയല്ല. നമ്മൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പലതും നമുക്ക് കഴിയുന്ന പരിപാടിയല്ല. ഒരിക്കലും ഇവർക്ക് പിന്നെയും റിവൈസ് ചെയ്യാൻ, ഇവർക്ക് എങ്ങനെയെങ്കിലും ചാപ്റ്റേഴ്സ് തീർക്കാനല്ലാതെ റിവൈസ് ചെയ്ത് കൊടുക്കൽ നമുക്ക് കഴിയില്ല. ഇനിയിപ്പോൾ വേറെ നമ്മളുടെ ഡൗട്ട്സ് ആണെങ്കിൽ പല കുട്ടികളുടെയും ഡൗട്ട്സ് അവിടെ നിൽക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല കുട്ടികൾക്കും ഡൗട്ട്സ് ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് ഈ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എണീറ്റ് നിന്ന് ഡൗട്ട് ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയുള്ള പരിപാടിയാണ്. ഞാനും ചില ക്ലാസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞുതരും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ഞാൻ അവിടെ സ്റ്റക്ക് ആവാറുണ്ട്. അങ്ങനെ പല കുട്ടികളും ഇപ്പോഴും സ്റ്റക്കിലാണ്, അവിടുന്ന് എണീറ്റ് വന്നിട്ടില്ല. ഡൗട്ട്സ് ഇപ്പോഴും അവരുടെ അവിടെ ബാക്കിയായിരിക്കുകയാണ്. ഇപ്പോഴും അറിയില്ല ആ ഡൗട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മളുടെ ക്ലാസ് ചിലപ്പോൾ നമുക്ക് പല കാരണം കൊണ്ടും, ചിലപ്പം കുട്ടിക്ക് എന്തെങ്കിലും സുഖമില്ലാതായി, അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ക്ലാസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ലാസ് പോയി. പിന്നെ ഒരാൾ വന്നിട്ട് നിനക്ക് ഇന്നലത്തെ ക്ലാസ് മിസ്സായിട്ടില്ലായിരുന്നോ, ഇങ്ങോട്ട് വാ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പറയാൻ ആൾക്കാരുണ്ടാവില്ല. ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ലാസ് അവിടെ പോയി, ആ കുട്ടിക്ക് പിന്നെ ആ ക്ലാസ് കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മളുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. എല്ലാ കുട്ടികളും, എൻ്റെ മുന്നിൽ എത്ര ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടോ ആ കുട്ടികളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇതിലൊരു 2 പ്രശ്നങ്ങളെങ്കിലും ഇല്ലാത്തൊരു കുട്ടിയും എൻ്റെ മുന്നിൽ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി എന്താണ് ഇവർക്ക് വേണ്ടത്? എന്താണ് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം? എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഇതാണ് ഒന്നാമത്തേത്. കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പല കുട്ടികൾക്കും പല IQ ലെവലായിരിക്കും. കോൺസെപ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 2 പ്രാവശ്യം കേൾക്കേണ്ടി വരും, ചിലപ്പോൾ 3 പ്രാവശ്യം കേൾക്കേണ്ടി വരും, ചിലപ്പോൾ 5 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുന്നുള്ള കുട്ടികളും നമ്മളുടെ ഇടയിൽ ഉണ്ടാവും. ഇനി നമ്മളുടെ ലേൺ അറ്റ്
ഓൺ പ്ലേസ്. അതായത് നമുക്ക് പല കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള സമയത്ത് അവരുടേതായിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കേണ്ടി വരും. അതായത് നമുക്ക് ചില കുട്ടികൾക്ക് എനിക്ക് രാത്രി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ, എൻ്റെ അനിയത്തിക്ക് രാവിലെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ രാത്രി എനിക്ക് വന്ന് ഒരാൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു രാത്രി എന്ന് പറയുമ്പോൾ എനിക്കൊരു 10 to അങ്ങോട്ടാണ് പഠിച്ചാൽ എനിക്ക് മനസ്സിലാവുക. അപ്പോൾ 10 മണി മുതൽ അങ്ങോട്ട് എനിക്ക് ഒരാൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇനി രാവിലെ എൻ്റെ അനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ 5 മണിക്കൊക്കെ എണീറ്റ് 5 മണിക്കാണ് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ 5 മണിക്ക് എണീറ്റ് ആ ഒരു സമയത്ത് അവൾക്ക് വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ സമയമായിരിക്കും പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ടൈം. ആ ടൈമിലായിരിക്കും അവർക്ക് ക്ലാസ്സുകൾ വേണ്ടി വരിക. ഇനി നമുക്ക് പ്രാക്ടീസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഇവർ ക്ലാസ് പോവുകയാണെങ്കിലും ആ ക്ലാസ്സിൽ ചിലപ്പോൾ ഇന്നിപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും മാത്സും ആയിരിക്കും. അവർക്ക് പക്ഷേ റിവൈസ് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ കെമിസ്ട്രിയാണ് ഇവർക്ക് കൂടുതൽ അറിയാത്തത്, അതാണ് റിവൈസ് ചെയ്യേണ്ടത്. പക്ഷെ അതായിരിക്കില്ല അവരെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടി ഇതിൽ മാത്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലായിരിക്കും അവർക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി അവർ അടിപൊളിയായിട്ട് വരാം. പക്ഷെ എന്നും മാത്സിൽ പ്രാക്ടീസ് ചെയ്യിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കേസല്ല. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ, കഴിയില്ല. ഇനി നമ്മൾ ക്ലിയർ ഡൗട്ട്സ് ക്വിക്ക്ലി. അതായത് ആ കുട്ടികൾക്ക് പെട്ടെന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ എണീറ്റ് നിന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഡൗട്ട്സ് പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു വായിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഡൗട്ട് വന്നു, ആ ഡൗട്ട് അപ്പം ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടി വരും ക്വിക്ക്ലി. ഇതൊക്കെ ഇവരുടെ പ്രശ്നങ്ങളാണ്, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഇതിനുള്ള മാർഗം? ഞാൻ ഹോണസ്റ്റായിട്ട് പറയാണ്, നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഓഫ്ലൈൻ പ്ലസ് ഓൺലൈനിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ബാക്കിയുള്ള പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്നത് എജ്യൂപോർട്ടിൻ്റെ കാര്യമാണ്. എജ്യൂപോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാണല്ലേ ഇവരുടെ പ്രശ്നങ്ങൾ. ഇതിൽ ആദ്യത്തെ സെയിം സ്പീഡ് ഫോർ ഓൾ. നമ്മളിവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബേസിക് മുതലാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പം ഞങ്ങൾ മാത്സ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഇവർക്ക് സൂപ്പർ ബാച്ചിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോഴ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അവിടെ പോയിട്ട് എക്സും വൈയും അല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ മക്കൾക്ക് കൂട്ടാൻ അറിയില്ല എങ്കിൽ കൂട്ടാനാണ് ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്, ഗുണിക്കാൻ അറിയില്ല എങ്കിൽ ഗുണന പട്ടിക ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും ബേസിക് താഴെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ആ ക്ലാസ് കേൾക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾ ബേസിക് വേണ്ട കുട്ടികൾക്ക് ബേസിക് ക്ലാസ്സുകൾ കേൾക്കാം, അല്ലെങ്കിൽ നേരെ റെക്കോർഡിംഗ് കേൾക്കാം. ഇനി റെക്കോർഡിംഗും ആവശ്യമില്ല മിസ്സേ, 1 ഷോട്ട് മാത്രം മതി എന്നുള്ളവർക്ക് 1 ഷോട്ടും ഉണ്ട്. ഇനി 3 വേണ്ടവർക്ക് 3 കേൾക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സ്പീഡാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ആർക്ക് എന്ത് വേണോ അതൊക്കെ ആ ഒരു ആപ്പിൽ, ഞങ്ങളുടെ എജ്യൂപോർട്ട് ആപ്പിലുണ്ട്. ഇനി നമ്മളുടെ 1 ടൈം എക്സ്പ്ലനേഷൻ. എൻ്റെ കുട്ടികൾക്ക് എത്ര പ്രാവശ്യം എടുത്ത് കാണാൻ പറ്റുമോ അത്രയും പ്രാവശ്യം അവിടെ വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ എടുത്ത് കാണാം. ഞങ്ങൾ ലൈവുകൾ കൊടുക്കുന്നുണ്ട്. ആ ലൈവുകളിൽ ഒരു പ്രാവശ്യം ആ ലൈവ് കണ്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ ആപ്പിൽ ഇടുന്നുണ്ട്. ആ ലൈവ് ഒന്നും കൂടെ എടുത്ത് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു, ആ കഴിഞ്ഞ ക്ലാസ് എനിക്ക് ഒരു പ്രാവശ്യം കൂടി എടുത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അവർക്ക് എടുത്ത് കേൾക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ഓൺലൈൻ ബാച്ചസിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ക്ലാസ് ആ ടൈം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു പ്രാവശ്യം കൂടി കേൾക്കാനുള്ള ഒരു അവസരം ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം ആ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിക്കാനുള്ള അവസരം ഞങ്ങൾ അവിടെ കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ലിമിറ്റഡ് റിവിഷനാണ് ആ കുട്ടികളുടെ പ്രശ്നമെങ്കിൽ ഞങ്ങൾ 1, 2, 3 അല്ല, ഞങ്ങൾ 10-ലധികം തവണ റിവൈസ് ചെയ്യുന്നുണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഒരു റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞാൽ ആ റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ സമ്മറി ആയിട്ട് ആ കുട്ടികൾക്ക് എടുത്ത ക്ലാസ് മൊത്തം ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ PYQs ചെയ്തിട്ട് അതിലൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്, 1 ഷോട്ടിലൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്, സൂം ലൈവ് വെച്ചിട്ട് അതിലൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്. ഇനി എക്സാം വരാൻ നേരത്തെ പിന്നെ റിവിഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ റിവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിവിഷന്റെ കുറവുണ്ട് എന്ന് ഒരിക്കലും ഇവിടെ വന്നിട്ട് ഒരു കുട്ടി പറയില്ല. ഇനി ഡൗട്ട്സുകളുണ്ട്, അവിടെ നിന്ന് പോകുന്നു. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ 3 മാർഗ്ഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് AI ഡൗട്ട് ക്ലിയറൻസ്. ഒരു കുട്ടിക്ക് ഡൗട്ട് വന്നോ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങളുടെ AIയോട് ചോദിക്കാം, അവർ പറഞ്ഞുതരും കറക്റ്റ്. അവരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൗട്ട് AI തന്നെ ക്ലിയർ ചെയ്യും അറ്റ് എ മൊമെന്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ സൂം ലൈവ്. അവർക്ക് സൂം ലൈവിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ട് അവർക്ക് നേരെ സംസാരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അവർക്ക് ചാറ്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഞങ്ങൾ സൂം ലൈവുകൾ വെക്കുന്നത്.
ഇനി പോട്ടെ, അതും വേണ്ട, ഞങ്ങൾക്ക് ചാറ്റ് അല്ലെങ്കിൽ പറയാൻ മടിയാണ്, എല്ലാവരുടെ മുന്നിലും കൂടെ പറയാൻ മടിയാണെങ്കിൽ അതിനെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവരെ ഒരു കുട്ടി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മളുടെ മെൻറ്റേഴ്സ് ഒരു ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഹനീന മിസ്സിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ടൈമാണ്, ഇത്ര മുതൽ ഇത്ര വരെ ഡാനിഷ് സാറോട്, ഇത്ര മുതൽ ഇത്ര വരെ സാദിഖ് സാറോട്, ഇത്ര മുതൽ ഇത്ര വരെ നമ്മളുടെ വർണിത മിസ്സിനോട്, അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റ് സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ മൊബൈൽ നോക്കിയിരിക്കുകയാണ്, ഞങ്ങൾ ഡൗട്ട് വരുന്നുണ്ടോ, ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തോ ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചിട്ട് ഒരു ടീച്ചർ ക്ലിയർ ചെയ്തില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ഞങ്ങളുടെ കുട്ടികൾക്ക് വരില്ല. സോ ഈ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എജുപോർട്ടിന്റെ ഓൺലൈൻ ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരിക്കലും ഇവിടെ പറ്റിക്കുന്നോ തട്ടിപ്പോ അല്ല. ഞങ്ങൾ എന്തൊക്കെ കുട്ടികൾക്ക് വേണോ അത് മൊത്തം ഈ ഒരൊറ്റ ബാച്ചിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അത്രയും കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കേരളത്തിൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സിനും ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇനി നമ്മളുടെ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ കോമ്പിനേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുട്ടികളെ രാവിലെ പോയിട്ട് സ്കൂളിൽ നിന്ന് ക്ലാസ്സസ് കേൾക്കുന്നുണ്ട്. ആ സ്കൂളിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് പിന്നെ നിങ്ങൾ ഇതേപോലെയുള്ള മറ്റൊരു ക്ലാസ് കൊടുക്കുകയല്ല വേണ്ടത്. ആ കുട്ടിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ആ കുട്ടിക്ക് വേണ്ട സമയത്ത് പഠിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ സ്കൂളിൽ ക്ലാസ് മനസ്സിലായില്ല, അല്ലെങ്കിൽ സ്കൂളിൽ എത്ര നോട്ട് ചെയ്തിട്ടും സ്കൂളിൽ എത്ര പോയിട്ടും ക്ലാസ്സുകൾ ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല, അവിടെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും അതുപോലെയുള്ള ഒരു ക്ലാസ് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ പ്രശ്നം എന്താണോ എന്ന് മനസ്സിലാക്കി ആ ഒരു ക്ലാസ്സാണ് നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്കൂളിൽ അവർ ലേൺ ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഓൺലൈനിലൂടെ അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. അതായത് അവർ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്നത് നമ്മളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ്, അവരെ മനസ്സിലാക്കുന്നത് ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് തന്നെയാണ്. ഇനി നമ്മളുടെ ഹോംവർക്ക്, നമ്മളുടെ സ്കൂളിലത്തെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിൽ വന്ന് ഹോംവർക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഞങ്ങൾ ആപ്പിലൂടെ പ്രാക്ടീസാണ് ചെയ്യിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അവർക്ക് വേണ്ടപ്പോൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ, ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, MCQ, മറ്റേ എക്സാം, ഈ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ബേസ് എന്തായാലും കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ആ ഒരു ബേസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്തായാലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. നമ്മൾ അവർക്ക് ബേസ് ഉണ്ടാവും, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞങ്ങൾ ആദ്യം മുതലേ കുട്ടിക്ക് പറ എന്ന് പറഞ്ഞ് എഴുതി പഠിപ്പിക്കുക ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ സപ്പോർട്ട്, ആ കുട്ടികൾക്ക് എവിടെയാണോ നഷ്ടപ്പെട്ടത് അത് ഞങ്ങൾ കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു സൂപ്പർ ബാച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സൂപ്പർ ബാച്ചിൽ ഇപ്പം ജോയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നറിയോ? ഞങ്ങളെ മാത്സ് ഫൗണ്ടേഷൻ കോഴ്സിന് 999 രൂപയായിരുന്നു ഫീ ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അഡീഷൻ മുതൽ കൂട്ടാൻ മുതൽ എക്സ് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വരെ ഞങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും 7 കൊല്ലം നിങ്ങളുടെ കുട്ടി എന്ത് പഠിച്ചില്ല എന്നൊന്നും നമുക്കറിയണ്ട. ആ കുട്ടിക്ക് എന്താണോ നഷ്ടപ്പെടുത്തത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഈ മാത്സ് ഫൗണ്ടേഷൻ കോഴ്സ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ സൂപ്പർ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ബാച്ചിൻ്റെ എമൗണ്ട് ഇപ്പം വരുന്നത് 3799 രൂപയാണ്. എനിക്കറിയാം നിങ്ങൾ എങ്ങനെയായാലും ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് ഒരു കൊല്ലം ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ഒരു എമൗണ്ടിന് ഞങ്ങൾ ഓരോ എക്സാമിന് സ്കൂളിൽ ഓരോ എക്സാം നടത്തുന്നതിൻ്റെയും തൊട്ട് മുന്നേ ഇവിടെ മോഡൽ എക്സാംസ്, അതുപോലെ കുട്ടികൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, എവിടെയെങ്കിലും ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഏതെങ്കിലും ക്ലാസ്സസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാച്ചപ്പ് എന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഏതാണ് മിസ്സായിട്ടുള്ള ക്ലാസ്. ആ ക്ലാസ് അവർക്ക് എടുത്ത് കേൾക്കാം. ഇനി ഇവർ ക്ലാസ് നമ്മൾ പിന്നെയും ഒഴിവാക്കി, അല്ലെങ്കിൽ കുട്ടി പഠിക്കാതെ ഏതോ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മെൻറ്റേഴ്സ് അവർ വീക്ക്ലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മെൻറ്റേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ സൂം ലൈവുകൾ കൊടുക്കുന്നുണ്ട്, കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ ഉണ്ടാവും. കേരളത്തിൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഈ ഒരു സൂപ്പർ ബാച്ചിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ ഇനിയും ബാക്കോട്ട് പോകാനോ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകാനോ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് അവർക്ക് കൊടുക്കുക.